യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നിട്ട് ഇക്കാര്യം സൂര്യ പറഞ്ഞില്ലല്ലോ. സൂര്യ ആന്റിക്ക് അറിയാലോ, പെട്ടെന്നൊന്നും ആരോടും ഒന്നും പറയില്ല. അപ്പൊ അതാണല്ലേ കാര്യം. ഞങ്ങള് കരുതിയത് ഭാവനയ്ക്ക് വീട്ടിൽ നിന്ന് കൊതി തീർന്നിട്ടുണ്ടാവില്ലെന്നാ. സ്വന്തം വീട്ടില് നമ്മൾ എത്ര നാൾ നിന്നാലും കൊതി തീരില്ല മനസ്സാ. പക്ഷേ നമ്മൾ പെൺകുട്ടികൾക്ക് അത് പറ്റില്ലല്ലോ. ഒരു വീട്ടിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അതാണ് അവരുടെ വീട്. പക്ഷെ ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവണം. അപ്പോ ഇവിടെ അതില്ലെന്നാണോ? ഒരിക്കലും ഞാനങ്ങനെ പറയില്ല ആന്റി. എനിക്കിവിടെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. എന്താ മനസ്സാ, നിന്റെ കവിളിന് എന്തു പറ്റി? ആരെങ്കിലും നിന്നെ തല്ലിയോ? ആന്റി, ഇതെന്തു പറ്റിയതാ? ആ, അച്ഛനും മോളും കൂടിയുള്ള പ്രശ്നം. ഞാൻ ഇടപെട്ടപ്പോഴേക്കും നല്ലത് കിട്ടിക്കഴിഞ്ഞു. എന്താ മനസ്സാ, അങ്കിള് നിന്നെ തല്ലാ മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? ഞാൻ പറയാം ഭാവന. ദുബൈയിലേക്ക് തിരിച്ചു പോണോന്ന് വാശി പിടിച്ചു. അത് പറ്റില്ലെന്ന് ഏട്ടന്. അങ്ങനെ ഏട്ടൻ ഇവളെ തല്ലിയത്. എന്താ മനസ്സാ, നീ എന്തിനാ ഇപ്പൊ മടങ്ങിപ്പോന്നേ? നിനക്ക് കമ്പനിയിൽ നല്ലൊരു പോസ്റ്റ് ഓഫർ ചെയ്തിരിക്കല്ലേ? അതെ, തിങ്കളാഴ്ച മുതൽ ജോയിൻ ചെയ്യാനും പറഞ്ഞതാ മോളെ. എന്നിട്ടാ ഇവളി വാശി പിടിച്ചത്. അപ്പോ മറ്റെന്തെങ്കിലും കാരണം കാണും ആന്റി, അല്ലെങ്കിൽ ഇവളിങ്ങനെ വാശി പിടിക്കില്ലല്ലോ. എനിക്ക് വാശിയൊന്നും ഇല്ല ഭാവന. ഇന്ന് രാവിലെ എനിക്ക് കോളുണ്ടായിരുന്നു. അച്ഛൻ വരുത്തിവെച്ച ചില ബാധ്യതകൾ ഞാനാ ഏറ്റിരിക്കുന്നത്. അത് കൂടുതൽ പ്രശ്നമാവുന്നതിന് മുൻപ് എന്തെങ്കിലും പോയി സംസാരിക്കാന്ന് വെച്ചു. മനസ്സാ, നീ വെറും കൈയോടെ പോയാൽ നിനക്ക് ബാധ്യത തീർക്കാൻ പറ്റുമോ? ആദ്യം നീ ഒന്ന് സെറ്റിൽ ആവാൻ നോക്ക്, ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. ഞാനും അത് തന്നെയാ ഇവളോട് പറഞ്ഞത്. കേക്കണ്ടേ? അങ്കിളും സൂര്യ എന്താ പറഞ്ഞേ? അവര് ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. വെറുതെ അച്ഛനും മോളും തമ്മിലുള്ള പ്രശ്നം അവരെ അറിയിക്കേണ്ടെന്ന് കരുതി. ഇനിയിപ്പോ നീ കൂടുതൽ ടെൻഷനൊന്നും ആവണ്ട, എല്ലാം ശരിയാവും. ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല ഭാവന. അതുകൊണ്ടാ ഞാൻ പോവാൻ തീരുമാനിച്ചത്. ഇവിടെ ആർക്കും ഒരു വിഷമവും നീ കാരണം ഉണ്ടാവില്ല മാനസ. ധൈര്യമായിരിക്കും. തിങ്കളാഴ്ച മുതൽ നീ ഓഫീസിൽ പോവല്ലേ? ആദ്യം ആ കാര്യം നടക്കട്ടെ. നിനക്കൊരു നല്ല ഭാവി, അതാ ഇവിടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അത് നീ മറക്കരുത്. ആന്റി തന്നെ ഇവളോടൊന്ന് സംസാരിക്കും. എന്തുണ്ടെങ്കിലും പരിഹരിക്കാന്നൊന്ന് പറ. ഞാൻ പറഞ്ഞു ഭാവന, ഇനി ഇവള് തന്നെ ആലോചിക്കട്ടെ. സോറി ഭാവന, നിങ്ങളുടെയൊക്കെ സ്നേഹം മനസ്സിലാവാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നിങ്ങളെ എല്ലാവരെയും ഇതിലേക്ക് വലിച്ചിടണ്ടെന്ന് കരുതിയിട്ടാ. നീ ഇനി അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അങ്കിളിനോട് ഞാൻ സംസാരിക്കും. നിന്നെ പോലൊരു മകളെ കിട്ടിയതില് അങ്കിൾ അഭിമാനിക്കുകയല്ലേ ചെയ്യേണ്ടത്? നോക്ക്, ഇത് നിന്റെയും കൂടി വീടാ. ആന്റി ചെയ്യാന്ന് പറഞ്ഞതെല്ലാം ചെയ്യും. പക്ഷെ നീയും ഞങ്ങൾക്കൊപ്പം നിൽക്കണം. ശരി ഭാവന, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ആന്റി, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. അയ്യോ അമ്മേ, പറ്റുമോ? ശ്രമിക്കമ്മേ. അയ്യോ, പറ്റുമോ? ശ്രമിച്ചു നോക്ക്. അയ്യോ വയ്യ മോളെ, പറ്റുന്നില്ല.
പതുക്കെ ഇരുന്നു. അയ്യോ, നടക്കാൻ ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടുണ്ട്. ബാലൻസ് തെറ്റി തെറ്റി പോകുന്ന പോലെ. ഇച്ചിരി വെള്ളം. മതി. മതി. മോളെ, ഇപ്പൊ എന്റെ ചുണ്ടിന്റെ കോടൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയോ? മാറിയമ്മേ. ഒന്ന് നേരെ നോക്കിയേ, നാലാണ്ട മുഖത്ത് നോക്കാനുള്ളതാ. ശരിയമ്മേ. ഭാഗ്യം. ഇനി ഒന്ന് നേരെ നടക്കാൻ കൂടെ പറ്റിയാ മതിയായിരുന്നു. പറ്റൂമ്മേ, ഇതുപോലൊന്ന് പരിശ്രമിച്ചാ മതി. ഞാൻ ശ്രമിച്ചോളാം. ആഹാ, ഇപ്പൊ മരുമകളെ ശ്രദ്ധിക്കേണ്ട സമയാ. ഇപ്പൊ മരുമകളാ അമ്മായിയമ്മയെ ശ്രദ്ധിക്കുന്നത്. എന്തായാലും സിസ്റ്ററെ, ഇവിടുത്തെ ചികിത്സയൊക്കെ കൊള്ളാം. ഞാൻ കരുതി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന്. സ്വയം വരുത്തി വെച്ചതല്ലേ. ഇത്രയെങ്കിലും അനുഭവിച്ചില്ലെങ്കിൽ ദൈവം തന്നെ ഇല്ലെന്ന് പറയും. എന്താ സിസ്റ്ററെ? ഒന്നുമില്ല മാഡം, ഞാൻ മാഡത്തിനെ നോക്കിയിരുന്നതാ. എന്തായാലും ഡോക്ടറോട് നന്ദി പറയണം, ഇത്രയും പെട്ടെന്ന് എന്റെ അസുഖം മാറ്റി തന്നതിന്. എന്താ സിസ്റ്റർ? മാഡത്തിന്റെ സന്തോഷം കണ്ടു നിന്നതാ. പപ്പേട്ട, സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന്. ശരിയായതിന് ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷേ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മാറും. മെഡിസിൻ മുടങ്ങാതെ കഴിക്കണം. കുറച്ചുകൂടി നടക്കാമേ. അമ്മേ, പതുക്കെ. അവൻ എത്ര ബോധം ഉണ്ടായിട്ടാ സൂര്യ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് മദ്യപിക്കാൻ പോയത്? ഞാൻ പറഞ്ഞില്ലേ ഭാവന, ഭരത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അവന്റെ മനസ്സിൽ ആത്മാർത്ഥത എന്ന് പറയുന്നതേ ഇല്ല. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരല്പമെങ്കിലും ബോധം അവനുണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു. ഇല്ല സൂര്യ, ഇതിലും ഭീകരമായിരുന്നു സേതുവിന്റെ അവസ്ഥ. ആ സേതുവേട്ടനെ മാറ്റാൻ എനിക്കാവുമെങ്കിൽ ഭരത്തിനെ മാറ്റാനും എനിക്ക് പറ്റും. നിന്റെ വിശ്വാസം നല്ലത് തന്നെയാ. വെറുതെ അവന്റെ ശത്രുത സമ്പാദിക്കാതിരിക്കുന്നതാണ് നല്ലത്. സൂര്യ, അരുന്ധതി അല്പം മനസാക്ഷിയുള്ളൊരു പെണ്ണ്. ഭരത്തിന്റെ പോക്ക് ഈ വഴിക്കാണെങ്കിൽ അവൾ അവളുടെ പാട്ടിന് പോകും. പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. താനിപ്പൊ പറഞ്ഞത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ ബോൾഡാ. മദ്യപാനവും മയക്കുമരുന്നൊന്നും പലരും ഇഷ്ടപ്പെടാറില്ല. സൂര്യയോട് ഭരത് കയർത്ത് സംസാരിച്ചതൊന്നും അരുന്ധതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതവളുടെ മുഖത്ത് കാണാമായിരുന്നു. അതുകൊണ്ടാ അവള് ഭരത്തിന്റെ പിന്നാലെ പോയത്. പക്ഷെ അവനവന്റെ വാശിയാ വലുത്. എനിക്ക് എന്ത് ചെയ്യാനാ പറ്റാ? ഇനിയിപ്പോ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഭരത് ഏത് വഴിയിലൂടെയും അരുന്ധതിയുടെ വീട്ടിൽ കയറിക്കൂടാൻ നോക്കും. അതിന്റെ എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. ഇല്ല, അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അവനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് അംബാലിക ആന്റിയാ. അതന്ന്. ഇപ്പൊ ഭരത് അരുന്ധതിയുടെ ഭർത്താവാ. അതെന്തായാലും ഇനി മാറാനും പോകുന്നില്ല. മാത്രമല്ല, ഭരത്തിന് ഏത് നിമിഷവും ജോലി കിട്ടുമെന്നും അവർക്കറിയാം. അങ്ങനെ വന്നാൽ ഭാവനയ്ക്കെതിരെ അംബാലിക കണ്ടെത്തുന്ന ആയുധം ഭരത്തായിരിക്കും. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കാൻ പാടില്ല.
ഭാവന, ഞാനൊരു സാധ്യത പറഞ്ഞത് അതിന് കാരണമുണ്ട്. അംബാലികയ്ക്ക് ആകെയുള്ള 2 മക്കളും ഭാവനയുടെ കുടുംബത്തിലേക്കാണ് വന്നത്. അതില് ഭാമയോട് അവർക്കൊട്ടും താല്പര്യമില്ലെന്ന് നമുക്ക് ആദ്യമേ ബോധ്യമായത്. അപ്പൊ പിന്നെ അടുത്ത ഓപ്ഷൻ അരുന്ധതിയ. ഒരാളെയെങ്കിലും ഒപ്പം നിർത്തണമെന്ന് അംബാലിക തീരുമാനിച്ച എന്തായാലും ഭരത്തിന് നറുക്ക് വീഴും. കാരണം ഇന്നത്തെ ഭരത്തല്ല ഇനി കാണാൻ പോകുന്ന ഭരത്തെന്ന് അവർക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഞാനീ പറഞ്ഞത് താൻ എവിടെ വേണമെങ്കിലും കുറിച്ചിട്ടോ. നിലയില്ലാ കയത്തിൽ ഒരു രക്ഷ തേടി നടക്കുന്നവരെ അംബാലിക. അപ്പൊ പിന്നെ എന്ത് കിട്ടിയാലും രക്ഷപ്പെടാനേ നോക്കും. ഇവിടെ ഭരത്ത ഇപ്പോ അംബാലികയുടെ കച്ചിത്തുരുമ്പ്. തനിക്കറിയാലോ, എല്ലാ അമ്മമാർക്കും പെൺകുട്ടികളോടാണ് കൂടുതൽ സ്നേഹം. അവരൊരു തെറ്റ് ചെയ്താലും അത്ര പെട്ടെന്നൊന്നും പെൺമക്കളെ അവർ മറക്കില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പക്ഷെ ഭരത്തിന് അതിന് കിട്ടില്ല. അവൻ അത്രയ്ക്ക് നട്ടലില്ലാത്തവനൊന്നും അല്ല, അതെനിക്ക് ഉറപ്പാ. ജോലി വളഞ്ഞ വഴിയിലൂടെ നേടാൻ വേണ്ടി 3 ലക്ഷം കൈക്കൂലി കൊടുക്കാൻ നടന്നവനല്ലേ ഞാൻ വിശ്വസിച്ചു. ഭാവന, എത്ര നട്ടലില്ലാത്തവനായാലും പണം കണ്ടാൽ ചിലപ്പോൾ മാറും. അവിടെ അവന്റെ നട്ടല് പണം മാത്രമായിരിക്കും. മറ്റെല്ലാം അവൻ തന്ത്രപൂർവ്വം മറക്കും. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജീവിതം മറന്ന് നീ സഹോദരങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒടുവിൽ വെറുതെ ആയിരിക്കുമെന്ന്. ലക്ഷണം കണ്ടിട്ട് അവസാനം സേതുവട്ടം മാത്രമേ തനിക്ക് ഉണ്ടാവൂന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്പം മുൻകോപം ഉണ്ടെങ്കിലും സേതുവേട്ടൻ ഒരു പച്ചയായ മനുഷ്യനാണ്. ഞാൻ എന്നും ബഹുമാനിച്ചിട്ടുള്ളതും സേതുവേട്ടനെ ഭാവന. അറിയാം സൂര്യ, പക്ഷെ ഭരത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു വീർപ്പുമുട്ടല. എന്തായാലും ഒരു മുൻകരുതൽ നല്ലതാ ഭാവന. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ അറിഞ്ഞിരുന്നാൽ വലിയൊരു ആഘാതത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്തായാലും നാളെ അഭിയും ഭാമയും വീട് മാറുകയല്ലേ, നമുക്ക് നോക്കാം അംബാലികയുടെ തുടർ നീക്കം.